രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിവരയ്ക്കുന്ന നിർണായകമായ ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ലോക്സഭയിൽ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് വോട്ടെടുപ്പ് നടക്കും. നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പിക്കുന്ന ഭേദഗതികളിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടും നിർണായകമാണ്. ചർച്ചകൾക്കൊടുവിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന വോട്ടെടുപ്പ് രാജ്യത്തിന്റെ പാർലമെന്ററി ചരിത്രത്തിലെ തന്നെ സുപ്രധാന ഇടായി മാറുമെന്നാണ് വിലയിരുത്തൽ. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ദിലീപ് ചേരുകയാണ്. ദിലീപ്, ചർച്ചകൾ ഏത് തരത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് വോട്ടെടുപ്പ്. ഒരു ഇതിഹാസം രചിക്കാൻ, വീരചരിതം രചിക്കാൻ രാജ്യം ഒരുങ്ങുമ്പോൾ പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ എത്രത്തോളം നിർണായകവുമാണ്? സുരേഷ്, പ്രതിപക്ഷ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. പ്രത്യേകിച്ച് 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ബില്ല് പാസ്സാക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ബില്ല് പാസ്സാവാൻ സാധ്യത കുറവാണ്. കാരണം പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വോട്ട് വൈകിട്ട് 4 മണിക്കാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതുവരെയും ഒരു സമവായത്തിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. നിലവിലിപ്പോൾ കേന്ദ്രമന്ത്രി ഇപ്പോൾ രാജ്നാഥ് സിൻഹ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 11 മണിക്ക് ആരംഭിച്ച ചർച്ച ഇന്നലെ രാത്രി 1 മണിയുടെ നീണ്ടു. വീണ്ടും ഇന്ന് രാവിലെ 11 മണിക്ക് വീണ്ടും ലോക്സഭ ആരംഭിച്ചു. ഇപ്പോൾ നിലവിൽ ശശി തരൂർ MP, തിരുവനന്തപുരം MP ആയ ശശി തരൂർ ഇക്കാര്യങ്ങളെ പറ്റി വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷം ആരോപിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പ്രശ്നം തന്നെയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മണ്ഡലങ്ങളുടെ എണ്ണം കുറയും, അല്ലെങ്കിൽ അതുപോലുള്ള ജനസംഖ്യയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങൾ എണ്ണം കുറയുമോ എന്നടക്കമുള്ള ആശങ്ക അദ്ദേഹം വീണ്ടും സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി വളരെ വ്യക്തമായി തന്നെ മറുപടി നൽകിയിരുന്നു. കേരളത്തിൽ ഇപ്പോൾ 20 ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത്. സ്വാഭാവികമായിട്ടും ഇത് പുനർനിർണ്ണയം വരുമ്പോൾ അത് കുറയുകയില്ല, 30 വർദ്ധിക്കുകയാണ് ഉള്ളതെന്നും 30 ആവുകയും അതോടൊപ്പം തന്നെ വർധനവാവ് ഉണ്ടായിരിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലും മണ്ഡല പുനർനിർണ്ണയം വഴി ഒരുപാട് ലോക്സഭാ മണ്ഡലങ്ങൾ കിട്ടുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശക്തി വർദ്ധിക്കുക മാത്രമേ ചെയ്യൂ എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. പിന്നീടും എന്തുകൊണ്ടാണ് വീണ്ടും ഈ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് വോട്ടെടുപ്പ്. സുരേഷ്. ദിലീപ്, ഇവിടെ ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന നിലപാടുകൾ, ഇപ്പോൾ DMK MPമാർ കറുത്ത വസ്ത്രം ധരിച്ച് സഭാ നടപടികളിൽ പങ്കെടുത്തതൊക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ലോകം ഈ ഒരു ബില്ലിനെ ഉറ്റുനോക്കുമ്പോൾ, അതായത് വനിതകളുടെ സംവരണം രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണ് എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയത്. ഇങ്ങനെ ലോകം തന്നെ, രാജ്യം മാത്രമല്ല ലോകം തന്നെ ഉറ്റുനോക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങൾ ഈ പ്രതിപക്ഷം നടത്തുന്നത് അത് പൊതുസമൂഹത്തിന് മുന്നിൽ അവർ സ്വയം ജാള്യരാകുന്ന ഒരു സമീപനമാണ് സൃഷ്ടിക്കുന്നത് എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതോടൊപ്പം തന്നെ ദിലീപ് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രതിപക്ഷ നിരയുടെ ഈ ഒരു പ്രതികൂലമായ ഒരു സമീപനം, അതൊരു ബില്ല് ഒരു അനിശ്ചിതാവസ്ഥയിലാക്കിയാണ് ഈ വോട്ടെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ, അല്ലേ? തീർച്ചയായും സുരേഷ് സൂചിപ്പിച്ചാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലെന്ന് പറയുന്നത് ഒരു ചരിത്രപ്രധാനമായ ഒരു ബില്ലാണ്. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കറുത്ത വസ്ത്രം ധരിച്ച് DMK പ്രതിനിധികൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് വനിതാ സംവരണ ബില്ലിന്റെ ലക്ഷ്യം എന്താണെന്നും വനിതാ സംവരണ ബില്ല് എന്തിനാണ് നടപ്പിലാക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യയിലുള്ള ഭാരതത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിലൊരു കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് വരുന്നത് എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന് DMK തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ സുരേഷ് സൂചിപ്പിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വനിതാ സംവരണ ബില്ലിന്റെ ആവശ്യകത എന്താണെന്ന് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വളരെ വ്യക്തമായി തന്നെ, അല്ലെങ്കിൽ വളരെ കൃത്യമായി തന്നെ മറുപടി നൽകിയിരുന്നു. അതിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് അത്യാവശ്യപ്പെട്ട്, അതായത് പ്രതിപക്ഷ ആരോപണം എന്തുകൊണ്ട് ഇത്ര തിടുക്കപ്പെട്ട് ഈ ഒരു ബില്ല് നടപ്പിലാക്കുന്നു എന്നടക്കമുള്ള കാര്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതിന് വ്യക്തമായി തന്നെ പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു.
2023 ഈ ബില്ലിനെ സപ്പോർട്ട് ചെയ്തവർ അല്ലെങ്കിൽ അംഗീകരിച്ചവർ എന്തിനാണ് ഇപ്പോൾ എതിർക്കുന്നത് എന്ന് അവർക്ക് പോലും അറിയില്ല എന്നൊരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അതായത് 2029 ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനെ മുൻനിർത്തിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ആരംഭിച്ചാൽ മാത്രമേ അതിൻ്റെ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഏതൊക്കെ തരത്തിലാണ് പോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ എന്നാൽ കടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ബില്ല് ഇന്ന് അവതരിപ്പിക്കാനുള്ള പ്രധാന കാരണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ 543 ലോക്സഭകളുടെ എണ്ണമെന്ന് പറയുന്നത് അത് 850 ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 815 ലോക്സഭാ മണ്ഡലങ്ങളും അതോടൊപ്പം തന്നെ 35 മണ്ഡലങ്ങൾ യൂണിയൻ ടെറിട്ടറിയും ആയിരിക്കും, കേന്ദ്രഭരണ പ്രദേശങ്ങളും ആയിരിക്കും. അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റു വിഷയം എന്ന് പറയുന്നത് സമിതി രൂപീകരണം, അതായത് മണ്ഡല പുനർനിർണ്ണയം എങ്ങനെയായിരിക്കണം എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വളരെ വ്യക്തമായി തന്നെ കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ടായിരിക്കും. അഥവാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറ്റിയില്ല എങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളോ അതുപോലെ തന്നെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്നിവരടങ്ങിയ ഒരു സമിതിയായിരിക്കും രൂപീകരിക്കുന്നത്. അത് വളരെ സ്പഷ്ടമായി തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള യാതൊരുവിധ ഭയമോ ആശങ്കകളോ വേണ്ട എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീടും എന്തുകൊണ്ടാണ് ഈ വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. 2023 ഈ ബില്ലിനെ അനുകൂലിച്ചവരാണ് ഇപ്പോൾ എതിർക്കുന്നത് എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്. സുരേഷ്, യെസ്, ഏതായാലും ബില്ലിന്മേൽ ചർച്ച തുടരുകയാണ്. വൈകിട്ട് 4 മണിക്കാണ് വോട്ടെടുപ്പ് നടക്കുക. ദിലീപാണ് ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.